നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച കാലത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നടത്തറ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. 40ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ മണ്ണുത്തിയിലെ പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. മാടക്കത്ര പഞ്ചായത്തിലെ 17 വാർഡിലെ വെള്ളാനശ്ശേരിയിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സെന്റ് തോമസ് HSS തോപ്പ് സ്കൂളിനെ ആദരിക്കുന്ന ചടങ്ങ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും ഊട്ടുതിരുനാൾ നടന്നു. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ച കാലത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നടത്തറ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. 40ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ചൊവ്വാഴ്ച കാലത്തുണ്ടായ മിന്നൽ ചുഴലിലാണ് വ്യാപക നാശനഷ്ടം. പഞ്ചായത്ത് പരിധിയിലെ മുരിയാൻകുന്ന്, കൊഴുക്കുള്ളി, പള്ളിമൂല, പൂച്ചട്ടി, മൂർഖൻകുന്ന്, മൂർഖനിക്കര, കൂറ്റനാൽ, പുഴയോരം റോഡ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മരങ്ങൾ വീണതിനെ തുടർന്നും ശക്തമായ കാറ്റിലും പഞ്ചായത്ത് പരിധിയിലെ 40ഓളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. 10ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നു. 40ൽ പരം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. ശക്തമായ കാറ്റിൽ പല സ്ഥലത്തും മരങ്ങൾ കടപുഴകി വീണു. കൊഴുക്കുള്ളി പള്ളിമൂലയിൽ 3 വീടുകളുടെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായും ഇളകി മാറി ദൂരേക്ക് തെറിച്ചു വീണു. 2 മേൽക്കൂര സമീപത്തെ റോഡിൽ വീണതോടെ കൊഴുക്കുള്ളി മൂർക്കനിക്കര റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മേൽക്കൂര റോഡിൽ പതിച്ച സമയത്ത് ആളുകളോ വാഹനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി. പ്രദേശത്തെ വൈദ്യുതി, കേബിൾ TV, ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു. വിവരമറിഞ്ഞ് ഒല്ലൂർ MLA K. രാജൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് തക്കതായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടുമെന്നും ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സ്ഥലത്തെത്തിയ MLA K. രാജൻ പറഞ്ഞു. കണക്കെടുക്കാൻ പഞ്ചായത്ത് ആണ് അതിൻ്റെ കണക്കെടുക്കേണ്ടത്. ഇവർ കൂടി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്നുണ്ടായിട്ടുള്ള ഇതൊരു ഗൗരവമായ ചുഴലിക്കാറ്റായി കണക്കാക്കി സാധാരണ STRF ആണ്, നമുക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടാണ് ഉപയോഗിക്കുക. അത് മാത്രം പോരാ, സാധാരണ പ്രത്യേകമായ ചില ഘട്ടങ്ങളിൽ ചെയ്യാറുള്ളത് പോലെ പീച്ചി വെള്ളമൊക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തതുപോലെ STRFിനോടൊപ്പം CMDRF കൂടി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ പോർഷൻ കൂടി ഇതിന് പ്രത്യേക ദുരന്തമായി കണക്കാക്കി തരണം. ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് കത്തായി. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ മണ്ണുത്തിയിലെ പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. മാടക്കത്ര പഞ്ചായത്തിലെ 17ാം വാർഡിലെ വെള്ളാനശ്ശേരിയിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. രാവിലെ 9-ന് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. സമീപ പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങൾ നടന്നു. അനേകം മരങ്ങൾ വീടുകളിലേക്ക് കടപുഴകി വീണു. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനാൽ മരങ്ങൾ വീണ വീടുകൾക്ക് ഭാഗിക നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഒരു വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വാർഡ് മെമ്പർ സതി അജയൻ, വികസന ക്ഷേമ കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വില്ലേജ് അധികൃതരും KECB ജീവനക്കാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലപരിശോധന നടത്തി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സെന്റ് തോമസ് HSS തോപ്പ് സ്കൂളിനെ ആദരിക്കുന്ന ചടങ്ങ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകരായ ജോബൽ വി ജോസഫ്, ഷേർലി ആന്റണി K, പ്രിൻസിപ്പൽ ജോഫി PJ എന്നിവരെ മന്ത്രി പൊന്നാട അണിയിച്ചു. PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ജോബൽ വി ജോസഫ് സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ ജോഫി PJ നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. അധ്യാപകരായ റീബ മേരി, റെജി ജോസഫ്, ലിൻഡോ NV, ഓഫീസ് സ്റ്റാഫ് ജോബി ലൂവീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
SPC NCC സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി. നമസ്കാരം തിരിച്ചു പറ. ഒരുപാട് സ്നേഹം കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ മുൻഗാമികൾ നേടിയ നേട്ടമെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഖ്യാതിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. 10 വർഷത്തിനുള്ളിൽ തൃശ്ശൂരിലെ ഏകദേശം 80ഓളം സ്കൂളുകളിൽ നിന്ന് 100% വിജയം കൈവരിച്ചു പോയ കുഞ്ഞുങ്ങളും മറ്റെല്ലാ വൻ നേട്ടങ്ങളും മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുഞ്ഞുങ്ങൾ, 9, 8, 7, 6, 5 വിഷയങ്ങൾക്ക് A+ ലഭിച്ച കുഞ്ഞുങ്ങളൊക്കെ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്ന വിളംബരമാണ് ഇത്തരം വിജയ ആഘോഷങ്ങളിലൂടെ വെളിവാക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ജോവൽ മാഷിനും ഷേർലി ടീച്ചറിനും അതുപോലെ തന്നെ ജോഫി ടീച്ചർ അല്ലേ, ജോഫി ടീച്ചർ, ഈ 3 പേർക്ക്, ഇവരുടെ 3 പേരുടെയും കൂടെ ശക്തമായി നിങ്ങളുടെ അറിവ് വിദ്യ സമ്പാദനത്തിന് വേണ്ടി പണിയെടുത്ത് ഇവിടുത്തെ അധ്യാപകർ, അനധ്യാപകർ ഇവരെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആദരിക്കുന്നതിനാണ്, നിങ്ങളെയും ചേർത്ത് ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ പൊന്നാട ഞാൻ ചാർത്തുന്നത് 3 പേർക്കാണെങ്കിലും അത് ഇവിടുത്തെ മുഴുവൻ അധ്യാപകർക്കും അവരുടെ പിന്തുണയായി നിൽക്കുന്ന മറ്റ് സ്റ്റാഫിന്, മാനേജ്മെന്റിന്, അതുപോലെ തന്നെ ഇനി ഈ നേട്ടം ഞങ്ങൾ തുടരും, ഇത് ഈ കേരളമാകെ പടരും എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ് ഞാൻ ഈ പൊന്നാട ചാർത്തുന്നതെന്ന് കരുതി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരു ഊഷ്മളമായ വരവേൽപ്പിന് നൽകിയതിന് നന്ദി, നമസ്കാരം. 2025-26 അധ്യയന വർഷത്തിൽ SSLC വിദ്യാർത്ഥികളോട് അത്രയും ഒപ്പം നിന്നുകൊണ്ട് അവരെ നയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ ഒരു സന്തോഷത്തിന്റെ ഏറ്റവും 100% നല്ലൊരു കൈഡി ഇടണം. അധ്യാപകരെല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരണം. തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ 5:30 ദിവ്യബലിയോടെ ആരംഭിച്ച് രാത്രി 9 കൃതജ്ഞതാ ദിവ്യബലിയോടെ പര്യവസാനിക്കും. രാവിലെ 10:30 പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവും, വൈകിട്ട് 4:30 തൃശൂർ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ മാർട്ടോണി നീലങ്കാവിൽ പിതാവും നേതൃത്വം നൽകും. 2 ലക്ഷം പേർക്കുള്ള ഭക്ഷണം ഒരുക്കുന്നുണ്ട്. പാർക്കിങ്ങിനായി അടുത്ത ദേവാലയങ്ങളിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കൂടാതെ ഇക്കണ്ടവാര്യർ റോഡ് ചിറ്റിലപ്പള്ളി ഗ്രൗണ്ടും ജോസ് ആലുക്കാസ് ഗ്രൗണ്ടും കോർപ്പറേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകം പോലീസ് വിഭാഗം QR കോഡ് സ്കാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ലധികം വളണ്ടിയർമാർ അണിനിരക്കുന്ന മഹാവിരുന്നിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരും എത്തിച്ചേർന്നു. തിരുനാളിന്റെ ഭാഗമായി മുൻ വർഷങ്ങളെക്കാൾ അധികമായി നിർധന രോഗികൾക്കുള്ള ധനസഹായവും ഡയാലിസിസ് ഫണ്ടും ഭവന നിർമ്മാണ സഹായവും നൽകി. കാരുണ്യ തിരുനാളായി ഈ തിരുനാൾ മാറുന്നു. തിരുനാളിൽ പള്ളി വികാരി റവറൻഡ് ഫാദർ ഷൈജൻ കളത്തിലും സഹവികാരി റവറൻഡ് ഫാദർ അജയ് പുത്തൻപറമ്പിലും ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്തും ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജോൺ ലി മാത്യു, അനിൽ മണിത്തോട്ടം, ഡാഫി ആന്റണി എന്നിവരും നേതൃത്വം നൽകി. അനുഭവിക്കുന്നത് വഴി ഞങ്ങൾക്ക് ശാരീരിക ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. എന്ത് ഭക്ഷ്യവും എന്ത് പാനം ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടതാണ്. എല്ലാ ഭൗതിക ആഹാരത്തിനുപരിയായി അങ്ങയുടെ പരീക്ഷിക്കണം ഞങ്ങളുടെ സഹായിക്കണം. വിശിഷ്ടമായ സഹായങ്ങളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരെയും ശാരീരികവും മാനസികവുമായി ശക്തിപ്പെട്ട് ഈ പ്രാർത്ഥന കേൾക്കപ്പെടുകയാണ്.
മണ്ണുത്തിയിലെ പൊതുശ്മശാനം നിദ്രാവനം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ട നിദ്രാവനത്തിൽ കാടും പടലങ്ങളും നിറഞ്ഞ് സാമൂഹ്യ വിരുദ്ധർക്കും വിധ്വംസക പ്രവർത്തകർക്കും സുവർണാവസരമാണ്. ആരും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം ഭാർഗവി നിലയം പോലെയാണ് അവസ്ഥ. സമീപത്തൊക്കെ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, ഗ്ലാസുകളും മറ്റുമാണ്. രാപ്പകലില്ലാതെ അശ്ലീല പാട്ടുകളും കേൾക്കാമെന്ന് സമീപവാസികൾ പറയുന്നു. തെക്കുംകര പഞ്ചായത്തിൽ അത്യാധുനിക ശ്മശാനം ലക്ഷ്യമിട്ട് 2014 ഈ സംരംഭം യാഥാർത്ഥ്യമായത്. വിവിധ കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായി. ഉപയോഗിക്കാതെ വന്നപ്പോൾ മോട്ടോറുകളും വയറുകളും അനുബന്ധ സാമഗ്രികളും നശിച്ചു. മാറിവരുന്ന പഞ്ചായത്ത് ഭരണചക്രം തിരിക്കുന്നവർ അറ്റകുറ്റപ്പണികൾ നടത്തുമെങ്കിലും സൗകര്യങ്ങളുടെ അപര്യാപ്തത രൂക്ഷമായതിനാൽ മൃതദേഹ സംസ്കാരത്തിനാരും എത്താറില്ല. ഭാരതപ്പുഴയുടെ തീരത്ത് ആചാരങ്ങളോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസവുമുണ്ട്. പഞ്ചായത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ളവർക്ക് ഏറെ സൗകര്യപ്രദമായിരുന്നു നിദ്രാവനം. ഇപ്പോഴത്തെ ഭരണസമിതി വീണ്ടും നിദ്രാവനം അടിസ്ഥാന സൗകര്യങ്ങളോടെ പ്രവർത്തിപ്പിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ശക്തമായ നിരീക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്തിയാലേ നിദ്രാവനത്തിന് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂവെന്ന് സമീപവാസികൾ പറയുന്നു. ഇവിടെയുള്ളവർ ചടങ്ങുകൾക്കായി ഗത്യന്തരമില്ലാതെ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് തടയാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങണമെന്ന് നാട്ടുകാർ പറയുന്നു. മൂർക്കനിക്കരയിൽ ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്ന് മരം കടപുഴകി വീണ് വാഹനത്തിന് നാശനഷ്ടമുണ്ടായി. മരം വീടിന്റെ സമീപത്തുണ്ടായിരുന്ന വാഹനത്തിലേക്കാണ് കടപുഴകി വീണത്. ഇതോടെ വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. സംഭവം അറിഞ്ഞ നാട്ടുകാരും അധികൃതരും സ്ഥലത്തെത്തി മരം മുറിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. പൂച്ചട്ടി ഭാരതി വിദ്യാഭവൻ സ്കൂളിൽ മരം കടപുഴകി വീണ് 3 വാഹനങ്ങൾ തകർന്നു. അപകടമൊഴിവായത് തലനാരിഴയ്ക്കാണ്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ പൂച്ചട്ടി ഭാരതി വിദ്യാഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിലെ പാർക്കിംഗ് ഏരിയയിൽ തേക്ക് മരങ്ങൾ കടപുഴകി വീണു. വിദ്യാർത്ഥികളെ സ്കൂളിൽ ഇറക്കിയ ശേഷം നിർത്തിയിട്ട 3 വാഹനങ്ങൾ തകർന്നു. മരം വീഴുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. സ്കൂളിന് മുൻവശത്ത് സ്ഥാപിച്ച ഇരുമ്പ് ഷീറ്റിന്റെ തൂണുകളും ശക്തമായ കാറ്റിൽ ഇളകിമാറി. സമീപത്തെ ഏതാനും വീടുകൾക്കും മരം വീണ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് മണ്ണുത്തി പോലീസും അഗ്നിരക്ഷാസേനയും രക്ഷിതാക്കളും സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മരം മുറിച്ചു നീക്കി വാഹനങ്ങൾ പുറത്തെടുത്തു. സെന്റ് ക്ലെയേഴ്സ് CGHSSനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനുമോദിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടി അഭിമാനം സൃഷ്ടിച്ച സെന്റ് ക്ലെയേഴ്സ് CGHSS പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാനി ലിസ്ബത്തിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൊന്നാടയണിയിച്ച് ആദരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ അൻസ ജോൺ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സിസ്റ്റർ മെറിൻ ജീൻസ്, LP പ്രധാനാധ്യാപിക സിസ്റ്റർ സോണി മരിയ, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ആന്റണി CD, വൈസ് പ്രസിഡന്റ് കിരൺ GB എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും കൊച്ചി രാജ്യ പ്രധാനമന്ത്രിയും തൃശൂർ മുനിസിപ്പൽ ചെയർമാനും സർവോദയ നേതാവുമായിരുന്ന ഇക്കണ്ട വാരിയരുടെ 49ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു. ഇടക്കുന്നി ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ തൃശൂർ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് A. സേതുമാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ അധ്യക്ഷനായി. സർവോദയ മണ്ഡലം നിവേദക് PS. സുകുമാരൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ N. രാജഗോപാലൻ മാസ്റ്റർ, ഗാന്ധി ദർശൻ വൈസ് ചെയർമാൻ VS. ഗിരീശൻ മാസ്റ്റർ, അവണിശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA. ജോൺസൺ, വാര്യർ സമാജം ജില്ലാ സെക്രട്ടറി VV. സതീശൻ, ഡേവിസ് കണ്ണമ്പുഴ, P. രാജേന്ദ്രൻ, PJ. കുര്യൻ മാസ്റ്റർ, G. ഗിരിധര വാര്യർ, സ്മിത രാമനാഥൻ, P. പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കിഴക്കുംപാട്ടുക്കര ലോകകപ്പ് ഫുട്ബോൾ ആരവം 2026. കിഴക്കുംപാട്ടുക്കര ഫ്രണ്ട്സ് ഓഫ് രാജർഷി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ഫുട്ബോൾ 2026 ആരവത്തിന് വിളംബരം അറിയിച്ച് ബൈക്ക് റാലിയും സൗഹൃദ ഫുട്ബോൾ മത്സരവും നടത്തി. ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജീസ് ജോർജ് നിർവഹിച്ചു. തുടർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീൽ, അർജന്റീന, ജർമ്മനി, പോർച്ചുഗൽ ഫാൻസ് ടീമുകൾ മത്സരിച്ചു. ബ്രസീൽ ഫാൻസ് ജേതാക്കളായി. വിജയികൾക്ക് ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് ബിനോ ജോർജ് സമ്മാന വിതരണം നടത്തി. ക്ലബ് പ്രസിഡന്റ് പ്രശാന്ത് കൊല്ലുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിനു വേണുഗോപാൽ, ദീപക് AV, സുരേഷ് ഹിമാസ്, ഷോബിൻ തോമസ്, ആനന്ദ് ഗോപുരത്തെങ്കൽ, പ്രശാന്ത് KK, ജോമോൻ ജോസ്, തോമസ് ജോബി എന്നിവർ നേതൃത്വം നൽകി. വിളംബര റാലി ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ ജീസ് ജോർജ് ആണ്. വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടത്. അതുപോലെ സുബി, റോമി, അർജുനം ഉൾപ്പെടെ എല്ലാ ഫുട്ബോൾ പ്രേമികളോടും കൂടിയുണ്ട്. എല്ലാവരും ബൈക്ക് റാലി അണിനിരക്കണം. അപ്പോൾ ഫ്ലാഗ് ഓഫ് ആദ്യം പടക്കം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്.
INTUC നേതാവായ വർഗീസ് മാടക്കപ്പിള്ളിയുടെ രക്തസാക്ഷിത്വ ദിനം മാടക്കത്തറ മണ്ഡലം INTUC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താണിക്കുടത്ത് ആചരിച്ചു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ VS പ്രദീപ്, TS മനോജ് കുമാർ, ശകുന്തള സജീവ്, PD വിദ്യാരാജ്, ഷർജു CC, NS നൌഷാദ് മാസ്റ്റർ, ജിൻസി എന്നിവർ പ്രസംഗിച്ചു. 2005 ജൂൺ 9 രാവിലെ 9 മണിക്ക് താണിക്കുടം സ്കൂളിന്റെ മുന്നിൽ വെച്ച് വർഗീസ് ചേട്ടനെ CPM അക്രമകാരികൾ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രോജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹികനീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2025-26 വർഷത്തിൽ 1,16,25,000 രൂപ പദ്ധതിക്കായി വകയിരുത്തി. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 2025-26 വർഷത്തിൽ വാഹനം വിതരണം നടത്തി. ഹെൽമറ്റും നികുതിയും ഉൾപ്പെടെ എല്ലാ ചിലവുകളും നിർവഹിച്ചാണ് ഉടമകൾക്ക് വാഹനം കൈമാറിയത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ടീച്ചർ അധ്യക്ഷയായി. ജില്ലാ സാമൂഹികനീതി ഓഫീസർ KR പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. VM സുധീരന് CKG വൈദ്യർ സ്മൃതി പുരസ്കാരം സമർപ്പിച്ചു. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന CKG വൈദ്യരുടെ സ്മരണാർത്ഥം മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ സ്മൃതി പുരസ്കാരം പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ VM സുധീരന് സമർപ്പിച്ചു. ജൂൺ 8 തൃശൂർ രാമനിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മണപ്പുറം സമീക്ഷ രക്ഷാധികാരി MP സുരേന്ദ്രനാണ് പുരസ്കാരം കൈമാറിയത്. കഴിഞ്ഞ മാർച്ച് 7 തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ വെച്ചായിരുന്നു ഔദ്യോഗിക പുരസ്കാര സമർപ്പണ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അന്നേ ദിവസം അനിവാര്യമായ കാരണങ്ങളാൽ VM സുധീരന് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതിനാൽ സമീക്ഷ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും രക്ഷാധികാരികളുടെയും സാന്നിധ്യത്തിൽ രാമനിലയത്തിൽ വെച്ച് പുരസ്കാരം കൈമാറി. കേരള രാഷ്ട്രീയത്തിൽ ആദർശത്തിന്റെയും നൈതികതയുടെയും നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് VM സുധീരൻ എന്ന് ചടങ്ങിൽ നേതാക്കൾ അനുസ്മരിച്ചു. ദേശീയപാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത മുടിക്കോട് മേൽപ്പാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കോൺക്രീറ്റ് ഗർഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 യുവാക്കൾ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 സംഭവം. കോയമ്പത്തൂരിൽ നിന്നും അങ്കമാലിയിലേക്ക് പോവുകയായിരുന്ന യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത്. മേഖലയിൽ കനത്ത മഴയുണ്ടായിരുന്നു. മഴയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് കാർ ഗർഡറിൽ ഇടിച്ചതെന്ന് യുവാക്കൾ പറഞ്ഞു. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റൊരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജിയുടെ ഇടപെടലിൽ ആശുപത്രി പരിസരത്ത് അപകടകരമായി നിന്നിരുന്ന മരം മണിക്കൂറുകൾക്കുള്ളിൽ മുറിച്ചുമാറ്റി.
പീച്ചി ഗവൺമെന്റ് ഡിസ്പെൻസറിക്ക് മുൻപിൽ അപകടകരമായ നിലയിൽ നിന്ന മരം പഞ്ചായത്ത് മെമ്പർ സന്ധ്യ ഷാജിയുടെ ഇടപെടലിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മുറിച്ചുമാറ്റി. 20 അടിയിലേറെ ഉയരമുള്ള ആവൽമരം നെടുകെ പിളർന്ന നിലയിലായിരുന്നു. ആശുപത്രി തുറക്കാനെത്തിയ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരാണ് പഞ്ചായത്ത് അംഗത്തിന് വിവരം അറിയിച്ചത്. വിഷയത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ പഞ്ചായത്ത് അംഗം ആശുപത്രിയിലേക്കുള്ള പ്രധാന 2 പാതകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. OP കൗണ്ടർ കെട്ടിടത്തിന്റെ മറുഭാഗത്ത് താൽക്കാലികമായി ആരംഭിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസിനെ വിവരം അറിയിച്ച ശേഷം പ്രസിഡന്റ് മിനു വർഗീസും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനോദ് തേനംപറമ്പിൽ, സീന വർഗീസ്, പഞ്ചായത്ത് അംഗം ജോജോ കണ്ണാറ എന്നിവരും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ AXCക്കും അഗ്നിരക്ഷാ സേനയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. ഇറിഗേഷൻ വിഭാഗം കരാറുകാരെ നിയമിച്ച് കരാർ തൊഴിലാളികൾ മരം മുറിച്ചു നീക്കി. എൻ്റെ ഈ പുറയിൽ കാണുന്ന മരം രാവിലെ ഒരു ശബ്ദം കേട്ട അനുസരിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയ സന്ധ്യ ഷാജി എന്നെ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ ഇറിഗേഷൻ ഓഫീസിൽ ബന്ധപ്പെട്ടു. ഇറിഗേഷൻ ഓഫീസർ അവർ ഉടനെ ഇവിടെ സ്ഥലത്തെത്തും, അവർ അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫയർഫോഴ്സായിട്ട് ബന്ധപ്പെട്ടു. ഫയർഫോഴ്സുകാർ പറയുന്നത് ഒരു കൺസെൻറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അതിനുശേഷം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ പോർട്ടലിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ചെയ്യേണ്ട എല്ലാ നടപടികളും ചെയ്തു. ഇറിഗേഷൻ ഓഫീസർ അവർ കരാറുകാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് കരാറുകാർ വരികയും അവർ മുറിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കളക്ടർക്ക് പരാതി അയച്ചു, പെട്ടെന്ന് തന്നെ പരാതി അയക്കുകയും ചെയ്തു. കൂടാണ്ട് നമ്മൾ ഫയർഫോഴ്സിനെയും വിളിച്ചു വരുത്തി ആരെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എത്രയും പെട്ടെന്നുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഉച്ചവരെ, രാവിലെ മുതൽ ഉച്ചവരെ ഇതിനു വേണ്ടി ഇവിടെ നിന്ന് തന്നെ ഈ ഭാഗത്ത് നിന്ന് പോവാണ്ട് നിന്ന് തന്നെ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കരാറ് കൊടുക്കുകയും വർക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ മരം മുറിച്ച് ഇടാനുള്ള സൗകര്യം ഒരുക്കി തരികയും ചെയ്തു. എന്തായാലും വലിയൊരു ദുരന്തം വീണ് കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഈ GD പീച്ച് തന്നെ ഇല്ലാണ്ടായി പോയേനെ. ആ ദുരന്തം ഒഴിവാക്കിയിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നു. ഈ മരം മുറിച്ചു മാറ്റാനായിട്ട് സഹായിച്ചതില് വളരെയധികം സന്തോഷമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ കുട്ടികൾക്കു മറ്റും വിൽപ്പന നടത്താൻ സൂക്ഷിച്ച കഞ്ചാവുമായി വധശ്രമ കേസ് പ്രതിയായ അഭി പിടിയിലായി. പ്രതി റിമാൻഡിലായി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായത്. പുതുക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചെങ്ങാലൂർ സ്നേഹപുരം പാടത്തിനോട് ചേർന്നുള്ള റോഡിൽ വെച്ചാണ് പുതുക്കാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാൾ പിടിയിലാകുന്നത്. ഇയാൾ മറ്റു കേസുകളിലും ജാമ്യമില്ലാ കേസുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് കേസ്, ഋഷി പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, അരുൺ, ജിൻഡോ, മനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചൊവ്വാഴ്ച കാലത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നടത്തറ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. 40ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ മണ്ണുത്തിയിലെ പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. മാടക്കത്ര പഞ്ചായത്തിലെ 17 വാർഡിലെ വെള്ളാനശ്ശേരിയിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സെന്റ് തോമസ് HSS തോപ്പ് സ്കൂളിനെ ആദരിക്കുന്ന ചടങ്ങ് കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും ഊട്ടുതിരുനാൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.